ലോകത്തിന്റെ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത സീസണിലും സൗദി പ്രോ ലീഗിൽ പന്ത് തട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അൽ നസറുമായി പുതിയ കരാർ ഒപ്പിടാൻ റൊണാൾഡോ തയ്യാറെടുക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. അൽ നസറുമായുള്ള ക്രിസ്ത്യാനോയുടെ നിലവിലെ കരാർ ജൂൺ 30-ന് അവസാനിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വൻകിട ക്ലബ്ബുകൾ ക്രിസ്ത്യാനോയ്ക്കായി ശ്രമം നടത്തുന്നുണ്ട്. ബ്രസീൽ, US തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലബ്ബുകളും സൗദിയിലെ തന്നെ അൽ ഹിലാലും ക്രിസ്ത്യാനോയെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ നീക്കങ്ങൾ നടത്തിയിരുന്നു. ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച് റെക്കോർഡ് പ്രതിഫലത്തിന് അൽ നസറിൽ ചേർന്ന റൊണാൾഡോ വീണ്ടും വൻ പ്രതിഫലത്തിൽ തന്നെ ക്ലബ്ബുമായി പുതിയ കരാർ ഒപ്പിടുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്ത വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പിൽ പോർച്ചുഗലിനായി കളിച്ച ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ക്രിസ്ത്യാനോ വിരമിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം എത്ര കാലം തുടരുമെന്ന് വ്യക്തമല്ല. അൽ നസറുമായി ഉണ്ടാക്കുന്ന പുതിയ കരാർ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചേക്കാം. ക്രിസ്ത്യാനോയെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കരാർ പുതുക്കാൻ ചർച്ചകൾ നടത്തിവരികയാണെന്നും അൽ നസർ മേധാവികൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിന്റെ പുരോഗതി സംബന്ധിച്ച് റൊണാൾഡോയിൽ നിന്നോ ക്ലബ്ബ് അധികൃതരിൽ നിന്നോ ഇതുവരെ വിവരങ്ങളൊന്നുമില്ല. ഇപ്പോൾ നടന്നുവരുന്ന ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ അൽ നസറിന് യോഗ്യത ലഭിച്ചിരുന്നില്ല. അതേസമയം ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമി ഗ്രൂപ്പ് ഘട്ടം കടന്ന് അവസാന 16 ടീമുകളിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു. ക്ലബ് ലോകകപ്പ് കളിക്കാൻ ക്രിസ്ത്യാനോ നിലവിൽ യോഗ്യത നേടിയ ഏതെങ്കിലും ക്ലബ്ബിൽ ചേർന്നേക്കുമെന്ന് ഫിഫ പ്രസിഡന്റ് സൂചിപ്പിച്ചതോടെ റൊണാൾഡോയുടെ ക്ലബ് മാറ്റം ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. എന്നാൽ എല്ലാ ടൂർണമെന്റുകളിലും കളിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് പിന്നീട് റൊണാൾഡോ തന്നെ പ്രതികരിക്കുകയുണ്ടായി. ഇതിനിടെ റൊണാൾഡോ അൽ നസർ വിടുമെന്ന അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു. സൗദി പ്രോ ലീഗിൽ അൽ നസറിന്റെ അവസാന മത്സരത്തിന് ശേഷമാണ് റൊണാൾഡോ എക്സിലെ ഒരു പോസ്റ്റിലൂടെ ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് കാരണമായിരുന്നു. മത്സരത്തിൽ അൽ ഷബാബിനോട് അൽ നസർ 2-3 തോറ്റിരുന്നു. ഈ മാച്ചിൽ റൊണാൾഡോ ഒരു ഗോൾ നേടുകയുമുണ്ടായി. ചരിത്രത്തിൽ 800 ക്ലബ് ഗോളുകൾ നേടുന്ന ആദ്യ കളിക്കാരനായി മാറി. സീസണിൽ 25 ഗോളുകൾ നേടിയ അദ്ദേഹം തുടർച്ചയായ 2ാം തവണയും സൗദി പ്രോ ലീഗ് ഗോൾഡൻ ബൂട്ടും നേടി. ഈ അധ്യായം കഴിഞ്ഞു, കഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും നന്ദിയെന്നായിരുന്നു റൊണാൾഡോ എക്സ് അക്കൗണ്ടിൽ എഴുതിയത്. റൊണാൾഡോയ്ക്ക് 2 വലിയ ഓഫറുകൾ ലഭിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒന്ന് സൗദി ക്ലബ്ബിൽ നിന്നും മറ്റൊന്ന് ബ്രസീലിയൻ ക്ലബ്ബിൽ നിന്നുമാണ്. താരവുമായി കരാറിലെത്താൻ സൗദി ക്ലബ്ബുകൾ നേരത്തെ തന്നെ രംഗത്തുണ്ട്. 4 ബ്രസീലിയൻ ക്ലബ്ബുകളിൽ ഒന്ന് കരാർ ഒപ്പിടാൻ റൊണാൾഡോയെ സമീപിച്ചതായും റിപ്പോർട്ട് വന്നിരുന്നു. എന്തായാലും നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ വ്യത്യസ്തമാണ്. അൽ നസറിനായി 105 മത്സരങ്ങളിൽ നിന്ന് 93 ഗോളുകളും 19 അസിസ്റ്റുകളും റൊണാൾഡോ നേടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ലീഗ് കിരീടവും നേടിയിട്ടില്ല. അടുത്തിടെ അവസാനിച്ച സീസണിൽ അൽ നസർ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തെത്തി. അടുത്ത വർഷത്തെ AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിൽ അൽ നസർ ക്ലബ്ബ് ഉൾപ്പെട്ടിട്ടില്ല. AFC ചാമ്പ്യൻസ് ലീഗ് 2-ലാണ് ഇനി കളിക്കാനാവുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.